ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും ആത്മനമസ്കാരം. പാണ്ഡവരിൽ നിന്നും വഞ്ചനയിലൂടെ കൗരവർ കൈക്കലാക്കിയ രാജ്യത്തെ ഭഗവാൻ കൃഷ്ണൻ തന്നെ പാണ്ഡവർക്ക് തിരികെ നേടിക്കൊടുത്ത് യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചു. ശേഷം കുരുവംശത്തിന്റെ അവസാന സന്താനമായ പരീക്ഷത്തിന്റെ ജീവൻ സംരക്ഷിക്കുകയും അശ്വത്ഥമാവിന് തക്ക ശിക്ഷ നൽകി വിടുകയും ചെയ്തത് നമ്മൾ കണ്ടുവല്ലോ. അതെല്ലാം കഴിഞ്ഞ് ഹസ്തിനപുരിയിലെ തൻ്റെ കർമ്മമെല്ലാം പൂർത്തിയാക്കി ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവസാനം കുന്തിദേവിയുടെ അടുത്തെത്തി. തങ്ങളെ സർവ്വ ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ച ഭഗവാനെ കുന്തിദേവി നിറഞ്ഞ ഭക്തിയോടെ സ്തുതിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. തന്നെയും പുത്രന്മാരെയും ഓരോരോ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചത് എടുത്തു പറഞ്ഞുകൊണ്ട് ഭഗവാനോട് നന്ദി പറഞ്ഞു കുന്തിദേവി. ഭഗവാനിലുള്ള സമർപ്പിതമായ ഭക്തി എൻ്റെ ഹൃദയത്തിൽ കവിഞ്ഞൊഴുകട്ടെ, അതിന് തടസ്സമായി നിൽക്കുന്ന സ്നേഹപാശത്തെ അറുത്തു തരണേ എന്ന് ഭഗവാനോട് യാചിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ എന്ന മമതാബോധത്തെ എൻ്റെ ഉള്ളിൽ നിന്നും തീർത്തുമില്ലാതാക്കി തരണേ എന്നും, അതുപോലെ ഭഗവാൻ സദാ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് തനിക്ക് എപ്പോഴും ദുഃഖമുണ്ടായിരുന്നത് കൊണ്ടാണ്. അതിനാൽ ഇനിയും ഇനിയും എനിക്ക് ദുഃഖത്തെ തരണേ, അങ്ങനെ ഭഗവാൻ സദാ തൻ്റെ കൂടെ ഉണ്ടാവണേ എന്നും കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഭാഗവതത്തിൽ പ്രസിദ്ധമായ കുന്തിസ്തുതിയായി അറിയപ്പെടുന്നത്. കുന്തിദേവിയെ അനുഗ്രഹിച്ച് ഭഗവാൻ യുധിഷ്ഠിരന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോഴാണ് പശ്ചാത്താപവിവശനായിരിക്കുന്ന യുധിഷ്ഠിരനെ കാണുന്നത്. ഞാൻ കാരണമാണ് കുരുക്ഷേത്ര യുദ്ധം സംഭവിച്ചത്, ഇത്രയും പേർ മരിച്ചത് എന്നൊക്കെയുള്ള കുറ്റബോധത്താൽ നീറിക്കഴിയുകയായിരുന്നു യുധിഷ്ഠിരൻ. ധാർമ്മിക ബോധം അതൊരു പരിധിക്കപ്പുറം വളർന്നപ്പോൾ ധാർമ്മികമായി ജീവിക്കുകയാണ് തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് അദ്ദേഹം കരുതിപ്പോയി. അതിനേക്കാൾ ഉപരിയായ എല്ലാവരുടെയും പരമലക്ഷ്യമായ ആ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് അറിയാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചില്ല. ആ അജ്ഞാനമാണ് യുധിഷ്ഠിരൻ്റെ ഈ വിധ ദുഃഖത്തിന് കാരണമായത്. യുധിഷ്ഠിരനെ പല രീതിയിലും ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ സന്തുഷ്ടനാക്കിയില്ല. വ്യാസദേവനെ കൊണ്ടും ഉപദേശിപ്പിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് സമാധാനം കിട്ടിയില്ല. ഇതും ഭഗവാന്റെ തന്നെ ഒരു ലീലയായിരുന്നു. അതായത് മറ്റാരും അറിയാത്ത ഒരു ഗാഢബന്ധം ഭഗവാന് ഭീഷ്മ പിതാമഹനോട് ഉണ്ടായിരുന്നു. ഉത്തരായന കാലം വന്നു ചേർന്നു. തൻ്റെ പ്രിയ ഭക്തനായ ഭീഷ്മർ അവിടെ യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ മരണം കാത്തുകിടക്കുകയാണ്. അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മൃത്യു സംഭവിക്കുകയുള്ളൂ. ആയതിനാൽ ഉത്തരായന കാലം ആഗതമായി തൻ്റെ ഭക്തനായ ഭീഷ്മർ തന്നെ കണ്ടുകൊണ്ട് ദേഹത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഭഗവാന് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ യുദ്ധഭൂമിയിൽ ഭീഷ്മരുടെ അടുത്തേക്ക് എത്തണം. അതുമാത്രമല്ല, തൻ്റെ പരമഭക്തനായ ഭീഷ്മരുടെ മാഹാത്മ്യം ഈ ലോകം മുഴുവനും അറിയണമെന്നും ഭഗവാൻ ഇച്ഛിച്ചു. ഭഗവാന്റെ മനസ്സിലെ ഈ ആഗ്രഹമാണ് യുധിഷ്ഠിരന്റെ ഈ വിധത്തിലുള്ള വിഷാദത്തിന് കാരണമായത്. അങ്ങനെ ഭഗവാൻ യുധിഷ്ഠിരനെയും കൂട്ടി ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നിരുന്ന അർജുനനോട് കർമ്മം ചെയ്യാനായി ഭഗവാൻ കർമ്മസൂത്രം ഉപദേശിച്ചു കൊടുത്തപ്പോൾ അർജുനൻ എത്രയും പെട്ടെന്ന് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഊർജ്ജസ്വലതയോടെ യുദ്ധം ചെയ്തത് നമ്മൾ കണ്ടു. പക്ഷേ യുധിഷ്ഠിരനെ ഭഗവാൻ അതുപോലെ തന്നെ ഉപദേശിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതിന് കാരണം യുധിഷ്ഠിരന് ജ്ഞാനം ഉപദേശിക്കാനുള്ള നിയോഗം ഭീഷ്മ പിതാമഹനായിരുന്നു. അതും ഭഗവാന്റെ നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ എത്ര പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും യുധിഷ്ഠിരൻ അത് മനസ്സിലാകാതെ പോയത്. അങ്ങനെ ഭഗവാനും യുധിഷ്ഠിരനും മാത്രമല്ല, ഭീഷ്മരുടെ മൃത്യുവിൻ്റെ സമയമായതറിഞ്ഞ് ഒരുപാട് മഹാത്മാക്കളും ഋഷിമാരും ആ യുദ്ധഭൂമിയിൽ വന്നു ചേർന്നു. ഭീഷ്മ പിതാമഹൻ ഭഗവാനെയും അവിടെ വന്നു ചേർന്ന എല്ലാവരെയും പ്രണമിച്ചു. പിന്നെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാണ്ഡവരോട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും നിങ്ങൾ എന്തൊക്കെ ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇതാണ് പറയുന്നത്, എല്ലാം പ്രകൃതി നിശ്ചയമാണ് എന്ന്. ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ അനുഭവിക്കണമെന്നത് പ്രകൃതിയുടെ തീരുമാനമാണ്. അതിനെ ഇല്ലാതാക്കാനോ മറികടക്കാനോ നമുക്കാർക്കും ശക്തിയില്ല. ആയതിനാൽ ഈ കുരുക്ഷേത്ര യുദ്ധവും
അതിനെ തുടർന്നുണ്ടായ ബന്ധുമിത്രാദികളുടെ മരണവും എല്ലാം ആ പ്രകൃതി നിശ്ചയമായി നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ വിചാരിച്ചാൽ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തൊരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്തിന്? നിങ്ങളുടെ കൂടെ ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും ഉണ്ടല്ലോ, അതിൽ സമാധാനിച്ചുകൂടെ? സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾ ഒരു ബന്ധുവായും മിത്രമായും സാരഥിയായും ഒക്കെ കണ്ടു. പക്ഷേ തൻ്റെ മാഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നറിഞ്ഞിട്ടും സദാ നിങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടെ നിന്നു ഭഗവാൻ കൃഷ്ണൻ. തന്നിൽ ശരണാഗതിയടഞ്ഞ പരമഭക്തൻ്റെ മനസ്സിലെ ആഗ്രഹം ഭഗവാൻ അറിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്. ഞാൻ മരണത്തിന് തൊട്ടു മുൻപ് ഭഗവാനെ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കി ഇപ്പോൾ ഇതാ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ ഭഗവാനിൽ സമർപ്പിതമായ ഭക്തിയുള്ളവർ അവസാന സമയം ഭഗവത് ചിന്തയോടെ ശരീരം ഉപേക്ഷിക്കുന്നതോടെ അവർ ഈ സംസാര സാഗരത്തിൽ നിന്നും എന്നേക്കുമായി മുക്തരാകുന്നു. എനിക്കും ആ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷ്മപിതാമഹൻ ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്ന സകല വേദനകളിൽ നിന്നും മുക്തനായി. ഭഗവാനെ കണ്ടുകൊണ്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് ഭഗവാനെ സ്തുതിച്ച് ശ്വാസത്തെ അടക്കിപ്പിടിച്ച് ആ ആത്മാവിനെ ഭഗവാനിലേക്ക് ലയിപ്പിച്ച് ഭീഷ്മപിതാമഹൻ സമാധിയടഞ്ഞു. യുധിഷ്ഠിരൻ ഭീഷ്മരുടെ സംസ്കാര കർമ്മം യഥാവിധി ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സകല ദുഃഖങ്ങളും അകന്ന് ഭഗവാന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹസ്തിനപുരിയിൽ ധാർമ്മികമായി ഭരിക്കുകയും ചെയ്തു. സ്വന്തമായി യാതൊരു ആഗ്രഹവുമില്ലാതെ എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആസക്തികളിൽ നിന്നും മുക്തനായി കഴിഞ്ഞിരുന്നു യുധിഷ്ഠിരൻ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ഭരണത്താൽ ഭൂമി മുഴുവനും സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞതായി. വീണ്ടും എല്ലാവരും കൂടി ഭഗവാനെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം കുറച്ചു നാളുകൂടി ഹസ്തിനപുരിയിൽ താമസിച്ചിട്ട് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ തിരിച്ചു പോകുന്നത് പാണ്ഡവർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. എന്നാൽ കൂടിയും അവർ ഭഗവാന് വളരെ വലിയൊരു യാത്രയയപ്പ് നൽകി. അതുപോലെ തന്നെ ദ്വാരകയിലെ ജനങ്ങളും കുറേ നാളുകൾക്ക് ശേഷം കൃഷ്ണൻ തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളും കുടുംബാംഗങ്ങളും ഭഗവാനെ വളരെ ഭക്തിയോടെയും ആദരവോടെയും വരവേറ്റു. ഈ സമയത്താണ് ശുഭമുഹൂർത്തത്തിൽ പരീക്ഷിത്തിന്റെ ജനനം സംഭവിക്കുന്നത്. വളരെയധികം സന്തോഷവാനായ യുധിഷ്ഠിരൻ കുഞ്ഞിൻ്റെ ജാതകർമ്മം ക്ഷേമമായി നടത്തി നിരവധി ദാനധർമ്മങ്ങളും ചെയ്തു. ബ്രാഹ്മണർ കുഞ്ഞിൻ്റെ ജാതകമെഴുതി അവൻ്റെ ഭാവിയെക്കുറിച്ച് യുധിഷ്ഠിരന് പറഞ്ഞുകൊടുത്തു. ഇവൻ ഭഗവാന്റെ ഉത്തമ ഭക്തനായി തീരും. ശ്രീരാമനെ പോലെ ശിബി ചക്രവർത്തിയെ പോലെയും ഇവൻ പ്രശസ്തനായി മാറും, ധർമ്മിഷ്ഠനായും തീരുമെന്ന് അവർ പറഞ്ഞു. ഇതെല്ലാം കേട്ട് പാണ്ഡവർ വളരെ സന്തുഷ്ടരായി. അതിനുശേഷം യുധിഷ്ഠിരൻ അശ്വമേധയാഗം നടത്തി. അതിൽ പങ്കെടുക്കാനായി കൃഷ്ണനെ വീണ്ടും ഹസ്തിനപുരിയിലേക്ക് ക്ഷണിച്ചു വരുത്തി. അങ്ങനെ അശ്വമേധയാഗത്തിൽ പങ്കെടുത്ത ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അർജുനനെയും കൂടെ കൂട്ടി. അങ്ങനെ ഇരിക്കെയാണ് മഹാഭാരതത്തിലെ ശ്രദ്ധേയരായ വ്യക്തികളിൽ ഒരാളായ വിതുരർ തൻ്റെ തീർത്ഥയാത്രയെല്ലാം കഴിഞ്ഞ് ഹസ്തിനപുരിയിലേക്ക് മടങ്ങി വരുന്നത്. ഇനി നമുക്ക് വിതുരർ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാം. മഹാരാജാവ് പാണ്ഡുവിൻ്റെ മാതാവായ അംബികയുടെ പരിചാരികയായ ഒരു ശൂദ്ര സ്ത്രീയിൽ വ്യാസദേവന് ജനിച്ച പുത്രനാണ് വിതുരർ. അദ്ദേഹം സാക്ഷാൽ യമരാജാവിൻ്റെ അവതാരമായിരുന്നു. മണ്ഡൂകമുനിയുടെ ശാപത്താൽ അദ്ദേഹത്തിന് ഒരു ശൂദ്രനായി ജനിക്കേണ്ടി വന്നത്. അതിനു കാരണം ഇതാണ്. ഒരിക്കൽ രാജഭടന്മാർ മണ്ഡൂകമുനിയുടെ പർണശാലയിൽ ഒളിച്ചിരുന്ന കുറച്ച് കള്ളന്മാരെ പിടികൂടി. പതിവ് പോലെ തന്നെ അവർ എല്ലാ കള്ളന്മാരെയും മണ്ഡൂകമുനിയെയും പിടിച്ചുകെട്ടി രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. രാജാവ് മുനിയെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാൻ പ്രത്യേകം ഉത്തരവിട്ടു. പക്ഷെ ശിക്ഷ നടപ്പാക്കുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹം ഒരു മഹാനായ മുനിയാണെന്ന വാർത്ത രാജാവ് കേട്ടു. ഉടനെ തന്നെ രാജാവ് ആ വധശിക്ഷ റദ്ദാക്കി. തൻ്റെ ഭടന്മാർ ചെയ്ത തെറ്റിനെ രാജാവ് സ്വയം മുനിയോട് ക്ഷമയാചിക്കുകയും ചെയ്തു. മണ്ഡൂകമുനി ഉടനെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും വിധി നിർണയിക്കുന്ന യമരാജാവിൻ്റെ അടുക്കലേക്കാണ് ചെന്നത്. പ്രത്യേകിച്ച് അപരാധങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത തനിക്ക് ഇത്രയ്ക്ക് വലിയൊരു വിഷമസ്ഥിതി വരുത്താൻ കാരണം എന്താണ് എന്ന് യമരാജാവിനോട് ചോദിച്ചു. മുനിയുടെ ചോദ്യം കേട്ട യമരാജാവ് മറുപടി പറഞ്ഞു. കുട്ടിക്കാലത്ത് മുനി ഒരു ഉറുമ്പിനെ കൂർത്ത വൈക്കോൽ കൊണ്ട് നോവിച്ചിരുന്നുവെന്നും അതിൻ്റെ കർമ്മഫലമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രയാസം മുനിക്ക് അനുഭവിക്കേണ്ടി വന്നത് എന്നും യമരാജാവ് മറുപടി പറഞ്ഞു.
തൻ്റെ കുട്ടിക്കാലത്തെ നിഷ്കളങ്കമായൊരു കുസൃതിക്ക് യമരാജൻ ഇത്ര വലിയ ശിക്ഷ വിധിച്ചത് യമരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവിവേകമാണെന്ന് തെറ്റിദ്ധരിച്ച മണ്ഡൂകമുനി യമരാജൻ ഒരു ശൂദ്രനായി ജനിക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണ് യമരാജാവ് ശൂദ്രപുത്രനായ വിതുരരായിട്ട് ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും സഹോദരനായി ജനിച്ചത്. എന്നാൽ കുരുവംശത്തിൽ പിറന്ന ശൂദ്രപുത്രനാണെങ്കിൽ പോലും ഭീഷ്മപിതാമഹൻ അദ്ദേഹത്തിന് തുല്യനായ സ്ഥാനം നൽകിപ്പോന്നിരുന്നു. കാലക്രമേണ വിതുരർ ഒരു ബ്രാഹ്മണന് ശൂദ്രാണിയിൽ ജനിച്ച യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. ധൃതരാഷ്ട്രരോട് വിതുരർക്ക് അഗാധമായൊരു സ്നേഹബന്ധമുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം ധൃതരാഷ്ട്രർക്ക് മാർഗനിർദ്ദേശം നൽകി നേർവഴിക്ക് നടത്താൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള കുരുക്ഷേത്ര യുദ്ധവേളയിൽ പാണ്ഡവരോട് നീതി കാണിക്കണമെന്ന് വിതുരർ തൻ്റെ ജ്യേഷ്ഠപുത്രനായ ദുര്യോധനനോട് സവിനയം ആവശ്യപ്പെട്ടു. എന്നാൽ ദുര്യോധനന് ചെറിയച്ഛൻ്റെ ഈ അനാവശ്യമായ ഇടപെടൽ അത്ര ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ ദുര്യോധനൻ പ്രത്യക്ഷത്തിൽ തന്നെ വിതുരരെ അപമാനിച്ച് സംസാരിച്ചു. ഇതിൻ്റെ ഫലമായി വിതുരർ കൊട്ടാരം ഉപേക്ഷിക്കുകയും മൈത്രേയ മുനിയിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തീർത്ഥാടനത്തിന് യാത്രയാക്കുകയും ചെയ്തു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് ഹസ്തിനപുരിയിൽ വിതുരർ ഉണ്ടായിരുന്നില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞ് കൗരവരുടെ മരണവും കഴിഞ്ഞ് അതിനുശേഷം ധർമ്മപുത്ര രാജാവായി ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി പരീക്ഷത്തിൻ്റെ ജനനം ഇതെല്ലാം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് തൻ്റെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വിതുരർ തിരിച്ചെത്തുന്നത്. തുടർന്ന് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കൊട്ടാരം ഉപേക്ഷിക്കുന്നതും പാണ്ഡവർ കാലോചിതമായ തീരുമാനമെടുത്ത് ഭരണം പരീക്ഷത്തിനെ ഏൽപ്പിച്ച് കൊട്ടാരം വിട്ടിറങ്ങിയതും നമുക്ക് അടുത്ത ഭാഗത്തിൽ മനസ്സിലാക്കാം. പ്രണാമം.